ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ഗ്രൂപ്പ് മാച്ച് നല്ല അന്തസ്സായിട്ട് തോറ്റിട്ടുണ്ട്. കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തോക്കുന്നത് നല്ലതാ. ഇന്ത്യക്ക് ഒരു അഹങ്കാരം ഇച്ചിരി വന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അന്നേരം ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഗംഭീറിൻ്റെയൊക്കെ അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തൊഴിലൊക്കെ നല്ലതാ. ഇനി ആവർത്തിക്കില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും 12 കളികളുടെ ഇന്ത്യയുടെ ഒരു വിന്നിങ് സ്ട്രീക്ക് ഉണ്ടായിരുന്നു വേൾഡ് കപ്പ് T20. കഴിഞ്ഞ വേൾഡ് കപ്പിലും ഈ വേൾഡ് കപ്പിലുമായിട്ട് അതങ്ങ് അവസാനിച്ചിട്ടുണ്ട്. ഒരിടത്ത് പോലും ഇന്നത്തെ കളിയിൽ ഒരിടത്ത് ഡൊമിനേറ്റ് ചെയ്തു കേട്ടോ. ഫസ്റ്റ് പവർ പ്ലേയിൽ അവന്മാരുടെ ഒരു 3 വിക്കറ്റ് എറിഞ്ഞിട്ട്. അതല്ലാതെ ഇന്നത്തെ കളിയിൽ ബോളിങ്ങിലോ ഫീൽഡിങ്ങിലോ ബാറ്റിങ്ങിലോ ഒരിടത്ത് പോലും ഡൊമിനേറ്റ് ചെയ്യാൻ ഇന്ത്യയെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇന്ത്യയുടെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് അതെല്ലാം കൃത്യമായിട്ട് ഇതാണ് നമ്മുടെ പോരായ്മ എന്ന് വിളിച്ച് കാണിച്ച ഒരു മാച്ചായിരുന്നു. ഈ വേൾഡ് കപ്പിൽ ഇതിനു മുമ്പ് 4 കളി കളിച്ചു. ഈ 4 കളിയിലും കൃത്യമായിട്ടുള്ള പോരായ്മകൾ ഇന്ത്യക്കുണ്ട്. അത് ഏതെങ്കിലും ഒരുത്തം വന്ന് കളിക്കുന്നതിന്റെ പേരിൽ ഇന്ത്യ അങ്ങ് ജയിച്ചിട്ട് ആ ഒരു പോരായ്മകളൊന്നും എടുത്തങ്ങോട്ട് അറിയിക്കാതെ പോയ സാധനമാണ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിഷേക് ഡക്കാവുന്നതിന്റെ പേരിൽ രക്ഷപ്പെട്ടു പോയവരത്തിനാണ് തിലക്. അവൻ ഇന്ന് കറക്റ്റായിട്ട് എക്സ്പോസ്ഡ് ആയി. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ട്. ഇന്ന് ഒരുത്തരും കളിച്ചില്ല. ഇന്ന് ഇന്ത്യ ജയിക്കാൻ വേണ്ടിയിട്ടാണോ കളിച്ചതെന്ന് വരെ എനിക്ക് സംശയമായിരുന്നു. ജയിക്കാൻ റൺ റേറ്റ് 16 സമയത്ത് ഹാർദിക്കും ദുബൈയും കൂടെ ഒന്ന് സിംഗിൾ ഇട്ട് കളിക്കുക. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹാർദിക്കും അതൊക്കെ മതി, ആറ്റിറ്റ്യൂഡ് മാത്രം. എന്നിട്ട് എന്തെങ്കിലും മറിച്ചോ? അതുമില്ല. ഒരുത്തം പോലും ഒന്ന് ജയിക്കാൻ വേണ്ടി കളിച്ചില്ല എന്നുള്ളതാണ്. ആ കൂടി ഇന്ന് കളിച്ച നല്ലൊരു പ്ലെയർ ബുംറ മാത്രമാണ്. 4 ഓവർ 14 റൺ അങ്ങോട്ട് കൊടുത്തിട്ട് 3 വിക്കറ്റ് ഇട്ട്. ബാക്കി എല്ലാണോ കണക്ക് അറിഞ്ഞാൻ പറഞ്ഞ അടി മേടിച്ചു കൂട്ടി. ആ കണക്കിന് അവന്മാരുടെ കളി നോക്ക്. ഫസ്റ്റ് പവർ പ്ലേയിൽ 3 വിക്കറ്റ് വീണിട്ട് അവിടുന്ന് അവന്മാരുടെ ഒരു റിക്കവറി ഉണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യക്കാരാണെങ്കിൽ 3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ സമ്മർദ്ദം. അയ്യോ വിക്കറ്റ് പോയി സമ്മർദ്ദം. ഇവിടെ സമ്മർദ്ദമൊന്നുമില്ല. മില്ലർ 3 വിക്കറ്റ് പോയി നെക്സ്റ്റ് ഓവറിൽ തന്നെ 2 4 ഇട്ടാൽ സമ്മർദ്ദം കളഞ്ഞു. പിന്നെ ഒന്നുകൂടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യക്കാർ ഇടയ്ക്കിടയ്ക്ക് പോയി നോബാൾ ഇട്ട് കൊടുക്കും. 2 നോബാളാണ് ഈ കളിയിൽ എറിഞ്ഞത്. 2 ബോളും മില്ലർ തൂക്കി 6 കളഞ്ഞു. ഒരെണ്ണം ദുബൈയും ഒരെണ്ണം ഹാർദിക്കിനെയും. അവന്മാർക്ക് എപ്പോൾ സമ്മർദ്ദം കൂടുന്നോ അപ്പൊ ഇന്ത്യ നോബാൾ എറിയും. ഫ്രീ ഹിറ്റ് കിട്ടും. അവന്മാർ 6 അടിക്കും, സമ്മർദ്ദം കുറയ്ക്കും. ഭയങ്കര ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. എന്തൊരു മനോഹരമായിട്ടാണ് 3 വിക്കറ്റ് പോയിട്ടും മില്ലർ ആ ബ്രേസും കൂടെ ഒന്ന് ബാറ്റ് ചെയ്തത്. മില്ലർ അറിയാം, ഇങ്ങനെയുള്ള കളികളിൽ മില്ലർ ഇതിനു മുമ്പും കളിച്ചിട്ടുള്ളതാണ്. ഒട്ടും സമ്മർദ്ദത്തിന് അടിപ്പെടാത്ത ഒരു പ്ലെയറാണ് മില്ലർ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ദ ബെസ്റ്റ് പ്ലെയർ ആണെന്ന് തന്നെ പറയാം മില്ലറിനെ. പുള്ളി തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ഗംഭീറിന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീറിന്റെ കുറെ തേഞ്ഞ പ്ലാൻ. ആദ്യത്തെ പ്ലാൻ തന്നെ ഈ വാഷിംഗ്ടൺ സുന്ദർ അവൻ എന്തിനാണ് കളിക്കാൻ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാവും. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പോട്ട് ഓക്കെ, അക്സറിന് പകരം വാഷിംഗ്ടൺ സുന്ദർ 2 ഓവറേ കൊടുത്തോളൂ. ഈ 2 ഓവർ ഇരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓൾറൗണ്ടറെ പിടിച്ചിട്ടുണ്ട് ആവശ്യമില്ല. അതിനേക്കാളും നല്ല ദുബൈക്ക് കൊടുത്ത ടിറ്റോറെണ്ണം അവനെ കൊണ്ട് കൺസിഡർ ചെയ്യിപ്പിക്കുന്നതാ. 4 ഓവർ അവനെ എറിഞ്ഞോട്ടെ. ഒരു പ്രോപ്പർ ബാറ്റ്സ്മാനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതുമില്ല. വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവന്നു, ബോൾ ചെയ്യിപ്പിച്ചു. എന്തിനാണ് ഇവനെ 5ാമത് ഇറക്കി വിട്ടത്? ദുബൈയും ഹാർദിക്കും റിങ്കും ബാറ്റ് ചെയ്യാൻ ബാക്കിയുള്ള സമയത്ത് ഇവനെ എന്തിനാണ് 5ാമത് ഇറക്കി വിട്ടത്? ഒരു സൂപ്പർ പ്ലാൻ ആണ് ഗംഭീറിൻ്റെത്. ഓടുക്കുന്ന അവൻ വന്ന ഫസ്റ്റ് ഓവറിൽ തന്നെ 5 ബോളിൽ 100 റണ്ണാണ് എടുത്തത്. ഇന്ന് ഞൊട്ടുവാ. ഇന്ന് ഞൊട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഗംഭീരെണ്ണം ഗ്രൗണ്ടിലോട്ട് വന്നു. ഗംഭീരെണ്ണം വന്നിട്ട് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു ചെവിയിൽ അവന്റെ. മോനെ നിന്നെ ഇങ്ങോട്ട് തുണിയലക്കാനല്ല പറഞ്ഞു വിട്ടത്, 2 6 അടിച്ച് സമ്മർദ്ദം കുറക്കടാ എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു ഗംഭീരെണ്ണം വന്ന് പറഞ്ഞത്. എന്താണെങ്കിൽ ഗംഭീരെണ്ണന്റെ മോട്ടിവേഷൻ ഏറ്റു. അടുത്ത മഹാരാജ് എറിയാൻ വന്ന അടുത്ത ഓവറിൽ ലാസ്റ്റ് ബോള് അവൻ 6 അടിച്ചു. ചെറുതായിട്ടൊന്ന് സമ്മർദ്ദം കുറച്ചു. ഗംഭീരെണ്ണന്റെ മോട്ടിവേഷൻ ശകലം ഒന്ന് കൂടി പോയതിന്റെ പേരിൽ നെക്സ്റ്റ് ഓവറിൽ തീർന്നു. വാഷിംഗ്ടണിന്റെ അലക്ക് തീർന്നു. ഇനി മോൻ ഡഗ്ഗോട്ടി പോയി നൽകിക്കോളാൻ പറഞ്ഞ അവന്മാര് പറഞ്ഞിട്ട്. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ഇവനെ ഇത്രയും പ്രോപ്പർ ആയിട്ടുള്ള ബാറ്റ്സ്മാൻമായിരിക്കും ഇവനെ ഇറക്കേണ്ട ആവശ്യമുണ്ടോ? സൗത്ത് ആഫ്രിക്ക അങ്ങനെ ചെയ്തോ? ഫസ്റ്റ് പവർ പ്ലേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക സെയിം സ്റ്റേജിൽ. അവിടുന്ന് അവന്മാർ റിക്കവർ ചെയ്ത് വന്ന ഒരു വരങ്ങ് കാണണം. ഓരോ ഓവറിൽ ഇന്ത്യ റൺസ് കൺസീഡ് ചെയ്ത് നോക്കിയാൽ മതി. പവർ പ്ലേ കഴിഞ്ഞ് ആദ്യത്തെ 6 ഓവർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമാർ റൺ റേറ്റ് 6 ആണ്. അത് കഴിഞ്ഞിട്ട് 2-3 ഓവർ ഒഴിച്ച് ബാക്കി എല്ലാ ഓവറിലും 10+ വെച്ചിട്ട് അവന്മാര് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ഒരു റിസ്ക് കൊടുക്കാതെ സ്കോർ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് 14-15 എറിഞ്ഞു കൊടുക്കും. ഇന്ന് ആടിയുടെ മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാണ്. എന്തൊരു കളിയാണ് ഇന്നത്തെ. സത്യം പറയാനോ ഭയങ്കര ബോറ് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറ് കളി. മറ്റേ സുന്ദർ പിച്ചയൊക്കെ കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഗൂഗിളിന്റെ CEO പുള്ളിയൊക്കെ 10 ഓവർ ആയപ്പോഴത്തേക്ക് ഏതാണ്ട് അവിടെ നിന്ന് ഫോണിൽ കളിച്ചോണ്ടിരിക്കുക. കൂടെ മറ്റേ നമ്മുടെ ഐശിഷിയുടെ അമീഷ ജയ്ഷ രണ്ടുപേരും എന്തൊരു തെളിഞ്ഞ കളി. ഇന്നെ പിന്നെ ഫോണിൽ നോക്കാന്ന് പറഞ്ഞിട്ട് ആ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് ആരാണോ എന്തോ താടി കൈ വെച്ചിരിക്കുന്നത്. എന്ത് തൊലി കളിയാണോ എന്തോന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് എല്ലാവരുടെയും ഇതാണ്. ഇത് എന്ത് കളി? ഇത് T20 തന്നെ ആണോ? അതോ ടെസ്റ്റ് വല്ലതും മാറിക്കറിയതല്ലോ ആണോ? ഈ ഒരു അവസ്ഥയായിരുന്നു അവർക്ക് മാത്രമല്ല. അവിടെ ഗൗതം അണ്ണനെ നോക്ക്, അണ്ണനോടെ കോട്ട വിട്ട് കളിക്കായിരുന്നു.
ഒരു കട്ടിലെടുത്തായിരുന്നു കിടന്ന് ഉറങ്ങിയെന്നെ. അമ്മാതിരി കളി. എന്തിനാണോ ഇങ്ങനെ കളിച്ചത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സീരിയസ്ലി ആ ഡൂബെ 2-3 സിക്സ് അടിച്ച്, അതല്ലാതെ വേറെ ഒന്നുമില്ല ഇന്നത്തെ കളിയിൽ എടുത്ത് പറയാൻ വേണ്ടിയിട്ട്. ഈ 10 ഓവർ കഴിഞ്ഞപ്പോഴും മറ്റേ ദൂബയും ഹാർദിക്കോടും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. 14 ഓവറൊക്കെ ആയപ്പോഴത്തേക്ക് റൺ റേറ്റ് 15 കയറി. എന്നിട്ടും ഹാർദിക്ക് തട്ടുവാണ്, ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. അന്നേരം അണ്ണൻ വീണ്ടും ഗ്രൗണ്ടിൽ വന്ന് ആര് ഗംഭീറിന്റെ മോട്ടിവേഷൻ അറിയാം, സൂപ്പർ മോട്ടിവേഷനാ. അടുത്ത ഒരു ഫസ്റ്റ് ബോള് തീർന്നു, ഹാർദിക്ക് തീർന്നു. അണ്ണൻ എപ്പോ ഒക്കെ ഗ്രൗണ്ടിൽ വരൂ, ആർക്കൊക്കെ മോട്ടിവേഷൻ കൊടുത്തോ അവർ നെക്സ്റ്റ് ഓവർ തീരും എന്നുള്ളതാണ് അണ്ണന്റെ മോട്ടിവേഷൻ. സൂപ്പർ ഔട്ട് ആവാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ ഒരു അറിവ് വെച്ചിട്ട് അണ്ണനാണ് ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച്. ആ ഒരു മാൻ ഓഫ് ദി മാച്ച് പെട്ട അണ്ണന് കൊടുക്കണം കേട്ടോ, സൗത്ത് ആഫ്രിക്കയെ ജയിപ്പിച്ചതിന്. പാണ്ഡ്യ മാത്രമല്ല, അവിടെ ഇരുന്നവന്മാർക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ടാണെന്നോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കാര്യം എന്ന് വെച്ചാൽ റിങ്കു വന്നിട്ട് ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായി. അത് കഴിഞ്ഞ് വന്ന മറ്റേ ഹർഷദീപ് അവനും ഔട്ടായി. ആ ഒരു ഓവർ മഹാരാജ് എറിഞ്ഞ ആ ഒരു ഓവർ 3 വിക്കറ്റാണ് ഇന്ത്യയുടെ വീണത്. ഈ സ്റ്റെപ്സ് ക്യാച്ച് ചെയ്ത് കുഴഞ്ഞു. അവൻ ഒരു നിമിഷം വിചാരിച്ചു ഇതെന്തോ ക്യാച്ചിങ് പ്രാക്ടീസോ, എല്ലാം അവന്റെ അടുത്തോട്ട് അടിച്ചു കൊടുക്കുക, അവൻ ക്യാച്ച് ചെയ്യുക, ഔട്ടാക്കുക, ക്യാച്ച് ചെയ്യുക, ഔട്ടാക്കുക. ഇടയിൽ കൂടെ സ്പൈഡർ ക്യാമിനെ തെറി വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കോപ്പിൽ സ്പൈഡർ ക്യാം കാരണം എന്റെ ക്യാച്ച് പോയെന്നും പറഞ്ഞിട്ട്. എന്തൊരവസ്ഥയാണോ എന്തോ. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഡൂബയുടെ തലയിൽ എല്ലാ ഭാരവും കൊടുത്തിട്ട് ബാക്കി വാണങ്ങളെല്ലാം ഔട്ടായി പോയി. ഡൂബെ മാത്രം ക്രീസിൽ. ഞാൻ ഇനി എന്തോ കാണിക്കാനാണെന്ന്. ചെറുക്കൻ അവിടെ നിന്ന് 2 സിക്സ് ഒക്കെ വിട്ടിട്ട് അവനും 10-52 റൺ അടിച്ചിട്ട്, അവനും 35 വളരെ 52 റൺ അടിച്ചിട്ട് അവനും ഔട്ടായി പോയി. കളി തോറ്റപ്പോഴത്തേക്ക് 4 ഓവർ 88 റണ്ണം കണ്ടു വേണം ആരടിച്ച് ജയിക്കാൻ. ഞൊട്ടി അവിടെ നിന്ന് ഔട്ടായി പോയി. ഇന്ത്യയുടെ T20 വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോസ് ആണ്. 76 റൺസിനാണ് തോറ്റേക്കുന്നത്. ഇത് മറ്റേ ബോണസ് പോയിന്റിനെ ബാധിക്കും. ഗ്രൂപ്പ് മാച്ച് ആണല്ലോ, അതുകൊണ്ട്. പ്രധാന കാര്യം എടുത്തു പറയാൻ പറ്റുപോയി, ഇന്ത്യയുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പിന് എന്തോ ഒരു തകരാറുള്ള പോലെ. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഹൈയസ്റ്റ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എത്രയെന്നറിയോ? 25. ലവനും വയറിളക്കം പിടിച്ച് തൂറിപ്പറണ്ട് കിടന്ന സമയത്ത് സഞ്ജുവും ഇഷാൻ കിഷനൂടെ ഓപ്പണിംഗ് ചെയ്തായിരുന്നു. അന്ന് സഞ്ജു ഒരു 8 ബോൾ 22 റൺ എടുത്ത്. അതാണ് ഇന്ത്യയുടെ ഹൈയസ്റ്റ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. ബാക്കി 4 കളിയിൽ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് 0. 3 കളി 11 ഡക്കായി, 1 കളി ഇന്ന് ഇഷാൻ കിഷൻ ഡക്കായി. ലവനെ ഡക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇഷാൻ കിഷനാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. മറ്റേ മാക്രി എറിഞ്ഞ ബോളിൽ അവൻ 3 വാള് കിഷൻ മര്യാദയ്ക്ക് അടിച്ച് കളിച്ചോണ്ട് ചെറുക്കന് എന്തോ ബാധയുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് അടിക്കാൻ വരുന്നവന് ഔട്ടായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കളി കിടന്നത് മറ്റേ ഗുജറാത്തില് അവിടെ മോദിച്ചാന്റെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അവിടുത്തെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ തന്നെ 173 ആണ്. അതിനേക്കാളും നല്ലൊരു സ്കോറാണ് ഇവന്മാര് അടിച്ചു കൂട്ടിയത്. സെക്കൻഡ് ഇന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് തന്നെ 151 ആണ്. ഇന്ത്യക്ക് ആ ഒരു സെക്കൻഡ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ പോലും കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് വേറൊരു സംഭവം, ഇത്രയും ബാറ്റേഴ്സ് ഉള്ള സമയം. ആൻഡ് വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഈ T20 വേൾഡ് കപ്പിൽ ഇതുവരെ 9 ക്യാച്ചാണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. 9 ക്യാച്ച്. 73.5% ഇന്ത്യയുടെ എഫിഷ്യൻസി, ക്യാച്ചിങ് എഫിഷ്യൻസി. ക്യാച്ച് എടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം ശ്രീലങ്കയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവന്മാരുടെ ലാസ്റ്റ് 2-3 ഇയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 96 ക്യാച്ചസിൽ 4 എണ്ണം കണ്ടാണ് അവർ കളഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി അവന്മാർക്ക് കണ്ട. ഇന്ന് അവർ പക്ഷെ തോറ്റു കേട്ടോ, ദയനീയ തോൽവിയായിരുന്നു. ശ്രീലങ്ക വെച്ചിട്ട് ശ്രീലങ്ക തോറ്റ് ഇംഗ്ലണ്ടിനോടൊപ്പം, ഇംഗ്ലണ്ടിന്റെ കൂടെ. ആ കളി സിമ്പിളായിട്ട് ജയിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ എറിഞ്ഞിട്ട് കളഞ്ഞു. വിൽ ജാക്സൺ ഒക്കെ വന്നിട്ട് തൂത്തുറക്കി എറിഞ്ഞിട്ട് കളഞ്ഞു. പവർ പ്ലേ തന്നെ ചറ വിക്കറ്റ് പോകുമായിരുന്നു. അത് എന്തെന്നില്ലാതെ അവന്മാരുടെ വിക്കറ്റ് പോകുന്നു, അവന്മാർ പോലും അറിയാതെ വിക്കറ്റ് പോകുന്നു. നിന്ന നിപ്പി മൂത്രം വയ്ക്കാന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ നിന്ന നിപ്പിലൊക്കെയാണ് വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ വന്നിട്ട് വിക്കറ്റ് കളയുന്ന ഒരു കളി. പിന്നെ ഇന്ന് കളി തുടങ്ങുന്നതിന് മുമ്പ് കുറെ അവന്മാർ പറയുന്നുണ്ടായിരുന്നു ഇന്ന് സഞ്ജുവിനെ കളിപ്പിക്കും, ഇന്ന് സഞ്ജുവിനെ എവിടെ കളിപ്പിക്കാൻ? സുബീര് മാത്രമേ ഉള്ളൂ, കളിപ്പിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ അടുത്ത കളി കാണാം, കളിപ്പിക്കൂല, മേടിക്കണ്ട. ഇന്നത്തെ ദിവസം ഇന്ത്യക്കാരുടെ കൂട്ടത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ബുംറ മാത്രമായിരുന്നു. ബുംറ T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ബോളറായി മാറി. 33 വിക്കറ്റ്. അശ്വിനായിരുന്നു മുൻപ്, അശ്വിനെ പിന്തള്ളിയാണ് ഇപ്പം 33 വിക്കറ്റ് കിട്ടിയത്. ഇന്നൊരു കോമഡി നടന്നത്, മറ്റേ ബോഷ് ബാറ്റ് ചെയ്ത സമയത്ത് ഇവൻ കറക്റ്റായിട്ട് അടിച്ച് ബുംറയുടെ കൈ കൊടുത്തു. ബുംറ അറിഞ്ഞില്ല ഇത് വിക്കറ്റ് ആണെന്ന്. സൂര്യകുമാർ വന്നിട്ട് വിക്കറ്റാ. ബുംറ വിശ്വസിക്കുന്നില്ല, ശരിക്കും വിക്കറ്റാ. അങ്ങോട്ട് പിന്നെ റിവ്യൂ കൊടുത്ത് അമ്പയറിനും ബോധമില്ല ഇത് വിക്കറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അമ്പയറും വിശ്വസിക്കുന്നില്ല. പിന്നെ ഉമാർ റിവ്യൂ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് വിക്കറ്റ് ആണത്. സൂര്യകുമാർ അവിടെ റിവ്യൂ എടുത്തില്ലായിരുന്നു, അവനോടെ ബ്ലാന്തി നിന്നേനെ ഔട്ടാവായ മാറി. പിന്നെ ഇന്ന് ഇതുവരെ അടിമേടിച്ച് കൂട്ടാത്ത വരുൺ ചക്രവർത്തി ഇന്ന് പിറക്കിയിടന്മാരടിച്ച് 4 ഓവറിൽ 47 റണ്ണ്, 1 വിക്കറ്റാണ് വരുൺ ചക്രവർത്തിക്ക് ഇന്ന് കിട്ടിയത്. ഇതുവരെ വലിയ തരക്കേടില്ലാത്ത ബോൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് തൂത്ത് പിറക്കിയിടന്മാരടിച്ച്. പിന്നെ വേറെ കാര്യം പറയാൻ പറ്റി, അഭിഷേകിനെ പറ്റി പറയാൻ വിട്ടുപോയി. ഇന്ന് ഡക്കായില്ല, ഇന്ന് ഫസ്റ്റ് ബോളെ 4 അടിച്ചുകൊണ്ടാണ് ചെറുക്കൻ തുടരുന്നത്. എനിക്കൊന്ന് അഭിഷേകിന്റെ ബാധ ലവനം കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇഷാൻ കിഷൻ
അതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് ബോളെ 4 അടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ 15 റൺ എടുക്കാനേ പറ്റുള്ളൂ. അഭിഷേക് ഇന്ന് മൊത്തം 12 ബോളാണ് നിന്നത്. 12 ബോളിൽ നിന്നാണ് 15 റൺ എടുത്തേക്കുന്നത്. ഈ 12 ബോളിനകത്ത് ഒരു 6-7 ബോള് ഇവൻ ഇറങ്ങി വന്ന് വലിയ ബിഗ് ഷോട്ടിന് ശ്രമിക്കുന്നുണ്ട്. ഒരെണ്ണം പോലും ബാറ്റെ കൊള്ളുന്നില്ല. 3 ബാളാണ് ബാറ്റെ കൊണ്ടത്. രണ്ടെണ്ണം 4ഉം പോയി, ഒരെണ്ണം 6ഉം പോയി. അത് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു ബോളും കണക്ട് ചെയ്യാൻ പറ്റണില്ല. അഭിഷേകിനെ സംബന്ധിച്ച് ഇത്രയും നാൾ നമ്മൾ കണ്ടോണ്ടിരുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓഫിലോട്ടാണെങ്കിലും ലെഗിലോട്ടാണെങ്കിലും കളിച്ചുകൊണ്ടിരുന്നവനാ. ഇന്നാണെങ്കിൽ ഒരു ബോൾ പോലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പുള്ളിക്കാരന് പറ്റിയെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും വളരെ ദയനീയമായിട്ട് ഇന്ത്യ തോറ്റിട്ടുണ്ട്. കുഴപ്പമില്ല, ഈ തോക്കുന്നതൊക്കെ നല്ലതാ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളി പോലും അങ്ങ് തോക്കാതെ ഏറ്റവും അവസാനം ഫൈനലിൽ പോയി തോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു തോൽവിയേക്കാളും നല്ലത് ഇടയ്ക്കൊക്കെ പോയി തോറ്റിട്ട് അങ്ങോട്ട് കയറി പോകുന്നതാ. അപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. കല്ലിളകി മക്കളെ. ഇന്നലെ ഫുൾ ഡേ ഹോസ്പിറ്റലിലായിരുന്നു. മെനങ്ങാതെ തുടങ്ങിയ വേദനയാ. പെയിൻ കില്ലറിന്റെ 3 ട്രിപ്പ് ഇട്ടിട്ട് എൻ്റെ വേദന കുറയണില്ല. കല്ല് വന്നവർക്ക് അറിയാം അതിൻ്റെ വേദന. കാലന്മാര് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്, വിയർത്ത് പോകുന്നുണ്ടോ. ഇത് ഇങ്ങനെ പോയിട്ടൊന്നും കാര്യമില്ല, കല്ലിൽ കൂടെ പോകണം, എന്നാലേ കാര്യമുള്ളൂ. ഒരെണ്ണം വന്നാൽ ട്യൂബിനകത്തിരിക്കും, അതിൻ്റെ പണ്ടാരം വേദന. ഒന്ന് അനങ്ങാനോ തിരിയാനോ പറ്റുന്നില്ല. അതുകൊണ്ട് 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാതിരുന്നു കേട്ടോ. വെള്ളം കുടിക്കിട്ട്. അപ്പം ഇപ്പം ഇത്രയാണ് ഗൈസ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം എന്താണ് നിങ്ങളുടെ വിലപ്പെട്ട ഒപ്പീനിയൻ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ തൂക്കം നല്ലതാ. ആ ഗംഭീർ മാറി ഇനിയെങ്കിലും ഈ പരീക്ഷണം ഇവിടെ കൊണ്ടിട്ടുണ്ടാക്കരുതെന്ന് പറയണം. ഇവന്റെ ഉപദേശവും ഇവന്റെ തൊലിഞ്ഞ പരീക്ഷണം കാരണമാണ് ഇന്ത്യൻ ടീം അധപ്പതിച്ചു പോകുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. ബൈ.